ഗോഡ് ബ്ലസ് യു. സ്നേഹം നിറഞ്ഞവരെ, കേവലം പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷകൾക്കും അപ്പുറത്ത് നമ്മളുടെ താമസ സ്ഥലങ്ങളെ, പാർക്കുന്ന ഇടങ്ങളെ കൂടുതൽ ദൈവ സാന്നിധ്യത്താൽ സജ്ജമാക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന കാര്യം ചിലർ ചോദിക്കുകയുണ്ടായി. നിങ്ങൾക്ക് വളരെ ലളിതമായി ചെയ്യാവുന്ന 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനൊട്ടും വലിയ ചിലവൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഒരല്പം തൈലം കൈ കരുതുക. എണ്ണ, അത് ഒലിവ് ഓയിലാകാം, സാധാരണ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എണ്ണയാകാം. അത് ദൈവസന്നിധിയിൽ വെച്ച് അല്പനേരം പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കുഞ്ഞു കുപ്പിയിൽ അല്പം എണ്ണ എടുത്ത് നിങ്ങളുടെ അരികിൽ വെക്കുക. ഒരു കൊച്ചുകുട്ടി നിങ്ങളുടെ അരികിൽ ഇരിക്കുന്ന പോലെ നിങ്ങളുടെ അരികിൽ അത് ഇരുന്നോട്ടെ. അതിന്മേൽ കരം വെച്ച് അല്പനേരം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ആരാധനയ്ക്കും വചനധ്യാനത്തിനുമെല്ലാം സാക്ഷിയായ ഈ തൈലത്തെ ദൈവകരങ്ങളിൽ അതിനുശേഷം തുറന്നിട്ട് പ്രാർത്ഥിക്കുക. 92-ാം സങ്കീർത്തനം വായിക്കുക, സാംസ് നമ്പർ 92. അതിനുശേഷം പ്രാർത്ഥിക്കുക, കർത്താവേ, ഇതിനാൽ എനിക്ക് ഉയർച്ച ഉണ്ടാകണം. പുതിയ എണ്ണയായി, ഇത് അഭിഷേകമായി എൻ്റെ മേൽ വെളിപ്പെടുവാൻ കരുണയാകണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ ഇതിൽ എനിക്ക് നൽകി തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ആ തൈലം നിങ്ങൾക്ക് ആ വീടിൻ്റെ പ്രധാന വാതിലുകളിൽ, നിങ്ങളുടെ ഓരോ റൂമുകളിൽ നിങ്ങൾക്ക് പുരട്ടാവുന്നതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ബൈബിൾ തുറന്ന് ഓരോ റൂമിലും പോയി വായിക്കുക എന്നുള്ളതാണ്. ഏതെല്ലാം വചനങ്ങൾ വായിക്കണം? നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ദൈവത്തിൻ്റെ സംരക്ഷണവും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മിക ധൈര്യത്തെയും എല്ലാം ഉറപ്പിച്ചു തരുന്ന ചില വേദഭാഗങ്ങളുണ്ട്. ഞാനത് തുടർമാനമായി പല ശുശ്രൂഷകളിൽ ഇപ്പോൾ നൽകി തരുന്നുള്ളത്. സാംസ് നമ്പർ 91, 91, 121 സങ്കീർത്തനങ്ങളും യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യവുമാണ്. ഈ 3 വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. നാലാമത്തേത്, നമ്മുടെ എല്ലാവരുടെയും കരങ്ങളിൽ മൊബൈലുകളുണ്ടല്ലോ. ഈ മൊബൈലുകളിൽ അതിശക്തമായ നിരവധി ആത്മിക ആരാധനകളുടെ ഗാനങ്ങൾ നമുക്ക് കിട്ടും. ആ ദൈവത്തെ ശരിക്കും പ്രൈസ് ചെയ്യുന്ന കുറേ നല്ല വർഷിപ്പ് സോങ്ങുകൾ നിങ്ങളത് പ്ലേ ചെയ്തിട്ട് ആ കൂടെ നിങ്ങളുടെ ഭവനത്തിൽ പാടുക. ഓരോ റൂമിൽ നിന്ന് അല്പനേരം ദൈവത്തെ പാടി ആരാധിക്കുക. ഒന്ന് ചെയ്തു നോക്കുക. ഒരു ഗാനം പ്ലേ ചെയ്യുക, അതിൻ്റെ ഓരോ സ്റ്റാൻസ് ഓരോ റൂമിൽ ചെന്ന് പാടുക. ഭയങ്കരമായൊരു അനുഗ്രഹമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാകും. നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങളുടെ ക്ലാപ്പിംഗ് സൗണ്ട്. അല്പനേരം കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കരയറ്റുക. ആ കൈയടിച്ചുകൊണ്ടുള്ള ഒരു ആരാധന, യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഈ നിലയിലുള്ള ഒരു പ്രാർത്ഥനയും ഒരു ആരാധനയും അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഭയങ്കരമായിരിക്കുന്ന ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ചെയ്തു നോക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.